ഒരു ദിവസം വൃന്ദാവനത്തിലെ കാനന ഭംഗിയിൽ അലിഞ്ഞ് യമുന നദിക്കരയിലെ നിബിഡമായ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കൃഷ്ണനും രാധയും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. രാധയുടെ ഭർത്താവിന്റെ സഹോദരിമാരായ കുടിലയും ജഡിലയും ഇത് കാണാനിടയായി. കുടിലയും ജഡിലയും പണ്ടേ കൃഷ്ണനോട് പകയുള്ളവരായിരുന്നു. രാധയും കൃഷ്ണനും വനത്തിൽ ഒന്നിച്ചുണ്ടെന്ന വിവരം അത്യന്തം ഗൂഢമായ രീതിയിൽ അവർ അയനനെ അറിയിച്ചു. നിന്റെ പത്നി വനത്തിൽ ആ ഗോപാലബാലനോടൊപ്പം നിൽക്കുന്നു, വേഗം ചെന്നവരെ പിടികൂടൂ. ഇത് കേട്ടയുടനെ ഒരു വാളുമെടുത്ത് അയനൻ പുറപ്പെട്ടു. അയനൻ വരുന്നത് കണ്ട് രാധ പരിഭ്രമിച്ചു. ലോകത്തിനു മുന്നിൽ താൻ അപമാനിതയാകുമെന്ന് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അവളോട് പറഞ്ഞു, രാധയെ, നീ ഭയപ്പെടേണ്ട, നീ നിന്റെ കണ്ണുകൾ അടച്ച് ധ്യാനിക്കുക. പെട്ടെന്നൊരത്ഭുതം സംഭവിച്ചു. കാർവർണ്ണനായ കൃഷ്ണൻ അപ്രത്യക്ഷനായി. ആ സ്ഥാനത്ത് ഭയങ്കരവും എന്നാൽ ചൈതന്യവത്തുമായ ഭദ്രകാളിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അനേകം കൈകളുള്ള വാളും കപാലവും ധരിച്ച രൗദ്രഭാവത്തിലുള്ള ദേവി. രാധ ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ രാധ ഒരു പൂജാരിണിയെപ്പോലെ ഭക്തിയോടെ ദേവിയുടെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി. വാളുമോങ്ങി പാഞ്ഞു വന്ന അയനൻ അവിടെ കണ്ട കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. താൻ പിടികൂടാൻ വന്ന കൃഷ്ണനെയല്ല, മറിച്ച് തൻ്റെ ഇഷ്ടദൈവമായ കാളി മാതാവിനെയാണ് അവൻ അവിടെ കണ്ടത്. രാധ തികഞ്ഞ ഭക്തിയോടെ ദേവിയെ ആരാധിക്കുന്നത് കണ്ട് അയനന്റെ കോപം പശ്ചാത്താപമായി മാറി. അവൻ തൻ്റെ ആയുധം താഴെയിട്ട് ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എൻ്റെ പത്നി ഇത്രയും വലിയൊരു ഭക്തയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കരുതി അവൻ സന്തോഷവാനായി. രാധയുടെ ഭക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് അയനൻ അവിടെ നിന്നും മടങ്ങിപ്പോയി. കൂടെ വന്ന കുടിലയും ജഡിലയും ഈ മാറ്റം കണ്ട് അമ്പരന്നു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അയനൻ കാഴ്ചവട്ടത്തു നിന്നും മറഞ്ഞതോടെ ഭദ്രകാളി രൂപം സാവധാനം അലിഞ്ഞു ചേർന്നു. ആ സ്ഥാനത്ത് വീണ്ടും മുരളീധരനായ കൃഷ്ണൻ പ്രത്യക്ഷനായി. രാധയുടെ കണ്ണുകളിൽ അപ്പോൾ ഭയത്തിനു പകരം ഭക്തിയും പ്രണയവും നിറഞ്ഞു നിന്നു. ഭക്തന്റെ വിശ്വാസത്തെയും പ്രിയതമയുടെ മാനത്തെയും ഒരേപോലെ കാത്തുരക്ഷിച്ച കൃഷ്ണൻ വീണ്ടും തൻ്റെ മന്ദഹാസത്തോടെ രാധയെ നോക്കി.